ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞങ്ങൾ ഒരു ട്രിപ്പിന് പോവുകയാണ്. എങ്ങോട്ടാണ്? മൂകാംബിക. ട്രിവാൻഡ്രം ടു മൂകാംബിക ട്രിപ്പാണ്. അപ്പോൾ അതിന്റെ വിശേഷങ്ങളിലേക്കാണ് ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത്. ഞങ്ങളുടെ ഈ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് ട്രിവാൻഡ്രം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ്. ഇവിടെ നിന്ന് ബോംബെയിലോട്ടും ഗുജറാത്തിലോട്ടും ഒക്കെ കണക്ട് ചെയ്യുന്ന ഒരുപാട് എക്സ്പ്രസ് ട്രെയിൻസ് ഉണ്ട്. നമുക്ക് ഈ മൂകാംബികയിലോട്ട് പോകാനായിട്ട് ബൈന്ദൂർ കണക്ട് ചെയ്യുന്ന ട്രിവാൻഡ്രം വെറാവൽ എക്സ്പ്രസ്സിലാണ് നമ്മൾ പോകുന്നത്. ട്രിവാൻഡ്രം ടു വെറാവൽ, അതിൻ്റെ ഇടയ്ക്കാണ് മൂകാംബിക ജംഗ്ഷൻ വരുന്നത്. ഈ ട്രെയിൻ ട്രിവാൻഡ്രത്ത് നിന്ന് 3:45 വൈകുന്നേരം സ്റ്റാർട്ട് ചെയ്യും. അത് രാവിലെ 7 മണിയാകുമ്പോഴത്തേക്കും ബൈന്ദൂർ എത്തും. ബൈന്ദൂരിന് പിന്നെ 1 hour ട്രാവൽ മാത്രമാണ് മൂകാംബികയിലോട്ടുള്ളത്. ഞങ്ങൾക്ക് ബൈന്ദൂരിൽ രാവിലെ എത്തണമെന്നുള്ളൊരു എയിം ഉണ്ടായതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു ട്രെയിൻ എടുത്തത്. അല്ലെങ്കിൽ നമുക്ക് ഡിഫറെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്. ഈ വെറാവൽ എക്സ്പ്രസ് എല്ലാ മൺഡേയ്സും ഉണ്ട്. പിന്നെ വൈകുന്നേരം ട്രെയിനിൽ കയറിയാൽ രാവിലെ എത്തും എന്നുള്ളതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ ട്രെയിൻ എടുത്തതും. ഇപ്പോൾ രാവിലെ ആയിരിക്കുകയാണ്. നല്ല സുഖമായിട്ട് ഉറങ്ങാനും പറ്റി. എന്തായാലും ഇപ്പോൾ കർണാടകയിൽ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഉടുപ്പി കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റേഷനായിട്ടുള്ള ബൈന്ദൂരിലേക്കാണ് പോകേണ്ടത്. ഗുഡ് മോർണിംഗ്. ഞങ്ങൾ 3rd AC എടുത്തതുകൊണ്ടാണ് ഞങ്ങൾക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റിയത് കേട്ടോ. ഈ നമ്മൾ ഇറങ്ങാൻ പോകുന്നത് ബൈന്ദൂരിലാണ്. ബൈന്ദൂരിലോട്ട് പോകാൻ നല്ല കാഴ്ചകളായിരുന്നു. പക്ഷെ എന്നും എടുക്കാൻ പറ്റിയില്ല. ഓവർനൈറ്റല്ലേ ട്രാവൽ ചെയ്തത്. അതുകൊണ്ട് തന്നെ നമ്മളൊരു 3 മണിക്ക് കയറിയിട്ട് ഭയങ്കര ടയർഡായിരുന്നു. ഉറങ്ങിപ്പോയി. പിന്നെ ഒരു 8 മണിക്ക് എഴുന്നേറ്റ്. അപ്പോൾ ഒന്നും നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല. പക്ഷെ എന്തായാലും നമുക്ക് ഇപ്പോഴത്തെ പുറത്തെ വീഡിയോസ് ഒന്ന് കാണാം. ഈ കാഴ്ചകളൊക്കെ കാണുമ്പോഴാണ് മനസ്സിലാവുന്നത് കേരളം പോലെ തന്നെ ബ്യൂട്ടിഫുൾ ആണ് കർണാടകയും. അതുപോലെ തന്നെ നന്നായിട്ട് കൃഷിയും ഉണ്ട് ഇവിടെ എന്ന് പറയുന്നത്. ഈ ഒരു വിൻ്റർ ടൈമിൽ, ഒരു നവംബർ, ഡിസംബർ, ജാനുവരി ടൈമിൽ നമുക്ക് സ്ലീപ്പർ എടുത്താണെങ്കിലും പോകുന്നതും കൺവീനിയൻ്റ് ആണ്. കാര്യം അധികം ചൂടൊന്നും കാണത്തില്ല. പിന്നെ ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ആണ് നോക്കണമെന്നുണ്ടെങ്കിൽ AC കമ്പാർട്ട്മെൻറ്റ്സ് എടുത്ത് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് പറയുന്നത്. ഉടുപ്പി ഡിസ്ട്രിക്റ്റിലെ കൊല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് മൂകാംബിക ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ സമയം രാവിലെ 7 മണി ആയിട്ടുണ്ട്. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ ബൈന്ദൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇനി ഇവിടെ നിന്നാണ് നമ്മളുടെ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലോട്ടുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ ബൈന്ദൂർ എത്തിയിരിക്കുകയാണ് അല്ലേ. ഇവിടെ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്ത് ഇറങ്ങിയപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാറും പിന്നെ ഷെയർ ടാക്സീസും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഓട്ടോറിക്ഷാസും ഉണ്ട്. നമുക്ക് പിന്നെ ബസ് സ്റ്റാൻഡിൽ പോയി ബസ് ക്യാച്ച് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഒരു 10 minutes നടക്കേണ്ടതായിട്ടുള്ള ദൂരമുണ്ട്. ഞങ്ങളുടെ കയ്യിൽ ലഗേജ് ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ഇനി കുറേ ദൂരം നടക്കണ്ടെന്ന് വിചാരിച്ചു. അതിന് പകരം ഒരു ഓട്ടോ എടുത്തായിരുന്നു. ഓട്ടോയിൽ യൂഷ്വലി 4 പേരാണ് അവർ പ്രിഫർ ചെയ്യുന്നത്. അതിനൊരു 700 rupees ടോട്ടൽ വാങ്ങും എല്ലാവർക്കും കൂടെ ചേർന്ന്. ഈ ഓട്ടോ ഡ്രൈവറിന് വേറെ ആൾക്കാരെ കണ്ടുപിടിക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ 2 പേരും മാത്രമേ ഉള്ളായിരുന്നുള്ളൂ ആ ട്രിപ്പിന്. അത് മാത്രമല്ല ഒരു 350 rupees എഗ്രി ചെയ്യുകയും ചെയ്തു. ഇപ്പോൾ നിങ്ങൾ കുറച്ച് കൂടുതൽ പേരുണ്ടെന്നുണ്ടെങ്കിൽ ടാക്സീസാണ് പ്രിഫർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു 900 rupees ആണ് അവർ ഓൾമോസ്റ്റ് ഈ ഒരു റൈഡിന് വേണ്ടി ഫുള്ളി ചോദിക്കുന്നത്. പിന്നെ ബസ്സിലാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ പെർ ഹെഡ് ഒരു 100 rupees വരത്തുള്ളൂ. പക്ഷേ അത് ബസ് സ്റ്റാൻഡ് അവിടെ ഇറക്കത്തുള്ളൂ. അവിടെ നിന്ന് പിന്നെ ഒരു 10 minutes നടക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ 1 മണിക്കൂർ ട്രാവലിന് ശേഷം ഞങ്ങളിവിടെ മൂകാംബികയിൽ എത്തിയിരിക്കുകയാണ്. മൂകാംബികയിൽ പൊതുവേ തിരക്കില്ലാത്ത സമയത്താണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഹോട്ടൽസ് ഒന്നും പ്രീ ബുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ ഇവിടെ ഒരുപാട് ലോഡ്ജസും പിന്നെ ഹോട്ടൽസും എല്ലാം ഉണ്ട്. ഒരു ഹോം സ്റ്റേ പോലത്തെ ഒരു അറ്റ്മോസ്ഫിയറിൽ നമുക്കൊരു റൂം അവൈലബിൾ ആണെന്ന് പറഞ്ഞ് ഒരാൾ ഞങ്ങളെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അയാൾ ഞങ്ങളെ ആ വഴി കാണിക്കുകയാണ് എങ്ങോട്ടാണെന്നുള്ളത്. ഇതിപ്പോൾ ജാനുവരി ആയതുകൊണ്ട് തന്നെ നല്ല തണുപ്പുണ്ടായിരുന്നു. ഒരു രാവിലെ ഒരു 11 മണി വരെ നല്ല തണുപ്പ് കാണും. പിന്നെ അതുപോലെ തന്നെ നല്ല തിരക്കും കുറവായിരുന്നു. ഈ വെസ്റ്റേൺ ഗട്ട്സ് മലനിരകളുടെ ഒരു ഭാഗമായിട്ടുള്ള കുടജാദ്രി മലയുടെ ബേസിലാണ് ഈ മൂകാംബിക ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ആക്ച്വലി സ്പീക്കിംഗ് ഒരു കാട്ടിനുള്ളിലെ ക്ഷേത്രം. ഇവിടെ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു പീസ്ഫുൾ ആയിട്ടുള്ള വൈബാണ്. ഇവിടെ ഒരുപാട് കേരള ഫുഡ്സ് കിട്ടുന്ന ഹോട്ടൽസ് കാണാൻ പറ്റും. അതിൻ്റെ അടുത്ത് തന്നെ ആയിട്ടാണ് ഞങ്ങളുടെ ടൂറിസ്റ്റ് ഹോം ഉള്ളത്. ഈ കാണുന്ന ടൂറിസ്റ്റ് ഹോമിൻ്റെ പുറകിലായിട്ട് നാഗശ്രീ ലോഡ്ജ് എന്ന് പറയുന്ന അവിടെയാണ് നമ്മൾ താമസിച്ചത്. അമ്പലത്തിലെ പൂജാരിയുടെ വീട് മോഡിഫൈ ചെയ്ത് അവരൊരു ഹോട്ടൽ സെറ്റപ്പാക്കി മാറ്റിയതാണ് ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത്. താഴെ അവരുടെ ഫാമിലി താമസിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ AC ആൻഡ് നോൺ AC റൂംസ് അവൈലബിൾ ആണ്. ഞങ്ങൾ എടുത്തത് നോൺ AC റൂമാണ്. അത് 24 hours 600 rupees ആയിരുന്നു. ഇതാണ് ഞങ്ങളെടുത്ത റൂം. നല്ല സ്പേഷ്യസ് ആണ്. വലിയൊരു മിററും ഉണ്ട് സൈഡിൽ. പിന്നെ സാധനങ്ങൾ വെക്കാനായിട്ട് ഒരു സ്ലാബും ഉണ്ടായിരുന്നു. പിന്നെ ഡബിൾ കോട്ട് ബെഡ്, സൈഡിൽ 2 സോഫ, അതുപോലെ തന്നെ ക്ലീൻ ആയിട്ടുള്ള ടോയ്ലറ്റ്, പിന്നെ ഒരു വാഷ് ബേസിനും ഒരു മിററും ഉണ്ട്. അത് റൂമിനോട് ചേർന്ന് തന്നെയാണ്. അതുപോലെ തന്നെ സൈഡിലൊരു വിൻഡോയും ഉണ്ട് നമുക്ക് പുറത്തെ കാഴ്ചകളൊക്കെ കാണാനായിട്ട്. അവിടെ ഒരു കർണാടക സ്റ്റൈലിലുള്ളൊരു വീട്, ഒരു ട്രഡീഷണൽ ആയിട്ടുള്ളൊരു വീടും ഒക്കെ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. അങ്ങനെ സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം ഞങ്ങൾ നേരെ ഹോട്ടൽ മഹാദേവിലോട്ട് വന്നു. ഒരു ഫുഡ് കഴിക്കാനായിട്ട്. കേരള ഹോട്ടലാണ്. ഒരു മസാല ദോശയും ചായയും വടയും ഓർഡർ ചെയ്തു. പിന്നെ അത് കഴിച്ചിട്ട് നേരെ റൂമിൽ പോയി ഫ്രഷനപ്പ് ആവാനായിട്ടുണ്ട്. കുളിച്ച് സെറ്റായി നമ്മൾ അമ്പലത്തിൽ പോവാണ്. അപ്പോൾ ഇന്ന് നമുക്ക് അമ്പലത്തിലുണ്ട്. അങ്ങനെ അധികം തിരക്കൊന്നും ഇല്ലാതെ ഞങ്ങൾ അമ്പലനടയിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ ചെറിയൊരു ക്യൂ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വിചാരിച്ചു ആ ക്യൂവിൽ കയറി നിന്ന് ദേവി ഒന്ന് കാണാമെന്ന്.
ഈ ക്ഷേത്രത്തിന് 1200ഓളം വർഷം പഴക്കമുണ്ട്. 8th സെഞ്ചുറി അല്ലെങ്കിൽ 8ാം നൂറ്റാണ്ടിലാണ് ആദി ശങ്കരാചാര്യർ എന്ന് പറയുന്ന വേദിക് ഗുരു ഈ ഒരു അമ്പലം പണിയിച്ചത്. സിംഹത്തിന്റെ പുറത്തിരിക്കുന്ന 4 കൈയുള്ള ദേവി വിഗ്രഹം ഉണ്ടാക്കിയിരിക്കുന്നത് പഞ്ചലോഹത്തിലാണ്. അത് മൂകാംബിക ദേവിയുടെ പ്രതീകമാണ്. അടുത്തത് സ്വയംഭു ജ്യോതിർലിംഗം അല്ലെങ്കിൽ സെൽഫ് ബോൺ എന്നാണ് മീനിങ്. അത് ശിവനെയും പാർവതിയെയും റെപ്രസെന്റ് ചെയ്യാനാണ്. അതിന്റെ നടുക്കൊരു ഗോൾഡൻ കട്ടിംഗ് ഉണ്ട്. ലെഫ്റ്റ് സൈഡ് റെപ്രസെന്റ് ചെയ്യുന്ന ത്രിദേവിമാരെയും റൈറ്റ് സൈഡ് റെപ്രസെന്റ് ചെയ്യുന്ന ത്രിമൂർത്തികളെയാണ്. മൂകാംബിക ദേവിയെ തൊഴുത് നല്ല സമ്പൂർണമായി അല്ലേ, നല്ല രീതിയിൽ കണ്ടു. അത് തന്നെയാണ് ദേവിയെ തൊഴുതിറങ്ങിയിട്ടുള്ള ഓപ്പോസിറ്റ് തന്നെ അവിടെ ഡൈനിങ് ഹാൾ എന്ന് എഴുതിയിട്ടുണ്ട്. അവിടെയാണ് അന്നദാനം എല്ലാം നടക്കുന്നത്. ഉച്ചയ്ക്കും രാത്രിയും ഇവിടെ അന്നദാനം ഉണ്ട്. ഉച്ചയ്ക്കാണെങ്കിൽ 12 മണി തൊട്ട് 2:30 വരെയും പിന്നെ രാത്രിയാണെങ്കിൽ 8 മണി തൊട്ട് 9:30 വരെയും അന്നദാനം ഉണ്ട്. അധികം തിരക്കില്ലാത്തതുകൊണ്ട് അവിടെ എങ്ങനെയാണ് സിറ്റുവേഷൻ നോക്കാനായിട്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവുമായിരുന്നു. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നേക്കാണ്. ഇവിടെ തന്നെ ഡൈനിങ് ഹാൾ ഉണ്ട്. അപ്പോൾ അവിടെ തന്നെ നമുക്ക് ആക്ച്വലി ഫുഡ് കഴിക്കാൻ പറ്റും. പ്രസാദം ഒരുപാട് ആൾക്കാരൊന്നും കഴിക്കുന്നുണ്ട് അല്ലേ. 10,000ഓളം ആൾക്കാർക്ക് ഫുഡ് കൊടുക്കാനുള്ള ഒരു ഫുഡ് ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് സ്കൂളിൽ നിന്നും കുട്ടികൾ ഇവിടെ വന്ന് ഫുഡ് കഴിക്കാറുണ്ട്. പിന്നെ ഈ പിൽഗ്രിമേജിന് വരുന്ന ആൾക്കാർ, തീർത്ഥാടനത്തിന് വരുന്ന ആൾക്കാരെല്ലാം ഇവിടെ നിന്നും ഫുഡ് കഴിക്കാറുണ്ട്. കർണാടക സ്റ്റൈലിലുള്ള കുക്കിംഗ് ആയിരുന്നു. ചോറ്, ഒരു കൂട്ടുകറി, സാമ്പാർ, പിന്നെ രസം, മോര്, പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കഴിക്കാനായിട്ട് പരിപ്പ് പായസം. അതായിരുന്നു ഇവിടുത്തെ എല്ലാം കൂടെ ഉള്ളൊരു കോംബോ എന്ന് പറയുന്നത്. ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ച് പുറത്ത് വന്നപ്പോൾ കണ്ട കാഴ്ചയാണ്. ഇവിടെ കുറേ കുരങ്ങന്മാരുണ്ടായിരുന്നു. ഇത് ബേസിക്കലി കാട് തന്നെയല്ലേ, അതുകൊണ്ട് തന്നെ ഒരുപാട് കുരങ്ങന്മാരുണ്ട്. പിന്നെ ഇവിടെ വന്ന ഭക്തർ തന്നെയാണ്, ഈ ഡിവോട്ടീസ് തന്നെയാണ് ഇവിടെ കുരങ്ങനെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പഴവും പിന്നെ മുട്ടായി അങ്ങനെ ഓരോരോ കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട്. അതെല്ലാം ഈ കുരങ്ങന്മാർ നല്ല ഹാപ്പി ആയിട്ട് കഴിക്കുന്നുണ്ട്. പണ്ട് ഈ അമ്പലനടയിൽ ഒരു ആന ഉണ്ടായിരുന്നു. നമുക്ക് അനുഗ്രഹമൊക്കെ തരുന്ന തുമ്പിക്കൈ ഉണ്ട്. പക്ഷേ ഇപ്രാവശ്യം വന്നപ്പോൾ ആ ആനയെ കാണാൻ പറ്റിയില്ല കേട്ടോ. അതിന് പകരം ഇവന്മാരുടെ കോമഡീസ് എല്ലാം കണ്ട് ഞങ്ങളിങ്ങനെ ആസ്വദിച്ച് നിൽക്കുകയായിരുന്നു. ഒരു അറ്റാക്കിംഗ് ക്യാരക്ടറുള്ള കുരങ്ങന്മാരൊന്നും അല്ലായിരുന്നു ഇവർ. അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ലായിരുന്നു. എന്നാലും ഒന്ന് നമ്മൾ സൂക്ഷിക്കണം. അവന് പേടിയാണ്. നല്ല മുടിയല്ലേ മങ്കിക്ലപ്പ്. ഇനി വൈകുന്നേരം ദീപാരാധന കാണാൻ ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. ഇവിടുത്തെ രാത്രിയത്തെ വൈബ് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. കാര്യം സ്ട്രീറ്റ് എല്ലാം നന്നായിട്ട് ലൈറ്റ് കൊണ്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്കൊരു ദൈവികമായിട്ടുള്ളൊരു ഫീല് കിട്ടും നമുക്ക് ഇവിടെ നിന്ന്. രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരമാണ് 3 നേരമാണ് നമ്മൾ ആക്ച്വലി തൊഴേണ്ട ദേവീനെ. രാവിലെ എന്ന് പറയുന്നത് സരസ്വതി ദേവിയും, ഉച്ചയ്ക്ക് ലക്ഷ്മി ദേവിയും, വൈകുന്നേരം പാർവതി ദേവിയുടെ ഫോംസുമാണ് നമ്മളിവിടെ കാണാൻ കഴിയുന്നത്. ഈ മൂകാംബിക ദേവിയെക്കുറിച്ചുള്ള ഒരു ഐതിഹ്യമുണ്ട്. അസുരന്മാരിൽ ഒരാളായ കാമാസുരൻ തപസ്സിരുന്ന് ശിവനെ പ്രീതിപ്പെടുത്തി വരം ചോദിച്ചു. തനിക്ക് അപ്രത്യക്ഷനാകാൻ കഴിയണമെന്നും ഒരു സ്ത്രീയാൽ മാത്രമേ വധിക്കപ്പെടാൻ പാടുള്ളൂ എന്നും. ഈ വരം കിട്ടിയതിനാൽ കാമാസുരൻ ദേവന്മാർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി. അങ്ങനെ ഇനി ഒരു വരം ശിവനിൽ നിന്ന് ചോദിക്കാതിരിക്കാൻ സരസ്വതി ദേവി കാമാസുരന്റെ നാക്ക് പിഴുതെടുത്തു. പിന്നീട് കാമാസുരൻ മൂകാസുരൻ എന്നാണ് അറിയപ്പെട്ടത്. ഇതിന്റെ ദേഷ്യത്താൽ മൂകാസുരൻ ഇന്ദ്രലോകം എല്ലാം കീഴ്പ്പെടുത്തി ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോൾ ത്രിമൂർത്തിമാരായ ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ അവരുടെ ഭാര്യമാരായ ത്രിദേവിമാരായ സരസ്വതി, ലക്ഷ്മി, പാർവതിയെ വിളിച്ചുകൂട്ടി ഇവരുടെ ഒരു പ്രതീകമായൊരു ദേവീ രൂപം സിംഹത്തിന്റെ പുറത്തു വന്ന് മൂകാസുരനെ വധിച്ചു. അങ്ങനെ എല്ലാ ലോകത്തും പ്രശ്നമുണ്ടാക്കിക്കൊണ്ടിരുന്ന മൂകാസുരനെ വധിച്ച ദേവി മൂകാംബിക ദേവി എന്ന് പിന്നീട് അറിയപ്പെട്ടു. അറിവിന്റെയും ശക്തിയുടെയും ധൈര്യത്തിന്റെയും ഒരു പ്രതീകമായിട്ടാണ് മൂകാംബിക ദേവിയെ കാണുന്നത്. 8ാം നൂറ്റാണ്ടിൽ ആദി ശങ്കരാചാര്യരാണ് ഈ അമ്പലം ഇവിടെ പണിയിച്ചത്. ഇവിടുത്തെ വേറൊരു അട്രാക്ഷനാണ് ഈ കാണുന്ന സ്വർണ്ണരഥം. 2005 5 കോടിയിലേറെ രൂപ മതിക്കുന്ന 78 കിലോ സ്വർണം പൂശിയ ഈ ഒരു സ്വർണ്ണരഥം സമർപ്പിച്ചത് ശ്രീ ജഗദ്ഗുരു ഭാരതി തീർത്ഥ സ്വാമിജിയാണ്. വൈകുന്നേരം കുറച്ച് തിരക്കുണ്ടായിരുന്നെങ്കിലും ദേവിയെ നന്നായിട്ട് തൊഴുത് കണ്ടിറങ്ങി നല്ല സന്തോഷമായിട്ട് ഞങ്ങൾ ഈ സ്ട്രീറ്റ് ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് വൈൻഡപ്പ് ചെയ്യാണ്. അങ്ങനെ ഹാപ്പി ആയിട്ട് നമ്മുടെ വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യാണ്. മൂകാംബിക ട്രിപ്പ് അല്ലേ. ഇനി അടുത്ത ദിവസം അടുത്ത വ്ളോഗ് ആയിട്ട് കാണാം. അപ്പോൾ സ്റ്റേ ട്യൂൺ ഫോർ ദ നെക്സ്റ്റ് വ്ളോഗ്. കുടജാത്രി ട്രിപ്പാണ് ഇനി അടുത്ത വ്ളോഗ്.